ഓണമാണ്. ഓണക്കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക രുചിയൂറുന്ന സദ്യ തന്നെയാണ്. ഓണം ഉണ്ടറിയണമെന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഉണ്ടറിയണമെങ്കിൽ നല്ല സദ്യ തന്നെ കഴിക്കണം. അത്തരം നല്ല സദ്യ ഒരുക്കുന്ന ഒരു കലവറയിലാണുള്ളത്. ആ കലവറയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. പച്ചക്കറികളെല്ലാം തന്നെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ തൊട്ട് മുന്നിൽ വെണ്ടക്കയുണ്ട്, അപ്പുറത്ത് മുരിങ്ങക്കയുണ്ട്, വേപ്പിലയുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ തൊട്ടപ്പുറത്തായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു നല്ലൊരു ഓണസദ്യ ആകുകയുള്ളൂ. അത് വ്യത്യസ്തമായ കറികളുണ്ട്. ഇപ്പോൾ അവിയൽ, അച്ചാർ, അങ്ങനെ വിവിധ തരം കൂട്ടം കറികളാണ് നമ്മുടെ തൂശനിലേക്ക് വിളമ്പി വെക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഈ കലവറയിൽ നടക്കുന്നത്. അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കറികളെല്ലാം ഇങ്ങനെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് സാമ്പാർ, ഇവിടെ അവിയലൊക്കെ നന്നായിട്ട് തിളച്ച് ആ അവിയലിൻ്റെ ആ വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ച് പൂർണ്ണമായിട്ട് ഡ്രൈ ആക്കിയാണ്. അതാണ് ഈ അവിയലിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പുറത്ത് തന്നെ പുളിശ്ശേരിയുണ്ട്, കാളുണ്ട്. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഒരു അവസാന വട്ട മിനുക്ക് പണിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഒരു സദ്യയെ സംബന്ധിച്ചിടത്തോളം സദ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇനം നമ്മൾ നോക്കുന്നത് പായസമാണ്. നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് പാലട പായസമാണ്. അപ്പോൾ പാലടക്കുള്ള പാല് തിളച്ച് വരികയാണ്. അപ്പോൾ ഈ പാലട പായസം തിളച്ച് വന്ന് നല്ല രുചികരമായ രീതിയിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് സീക്രട്ടും കൂടിയാണ് ഈ കാണുന്ന പാലട പായസം. കൊച്ചിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സദ്യ ഒരുക്കുന്ന ഒരു ഇടമാണ് വിനായകയെ കാണുന്ന അനന്തരാമസ്വാമിയാണ് കാലങ്ങളായിട്ട് ഇവിടെ നല്ല രീതിയിൽ സദ്യ ഒരുക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് അനന്തരാമസ്വാമിയുടെ മരണശേഷം പിന്നീട് മകൻ മഹാദേവനാണ് അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 31 വർഷമായി അല്ലേ മഹാദേവ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട്? വിനായക എന്നുള്ള പ്രസ്ഥാനം തുടങ്ങിയിട്ട് ഏകദേശം 31 വർഷം കഴിഞ്ഞിട്ട് 32ാമത്തെ വർഷത്തിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ഓണക്കാലത്ത് വലിയ തിരക്ക് പിടിച്ച സമയം ഇതെങ്ങനെയാണ് നമുക്ക് ഇത്രയും വലിയ രീതിയിൽ ആളുകൾക്ക് സദ്യ ഒരുക്കി കൊടുക്കാൻ കഴിയുന്നത്? ഇത് നമുക്ക് വർഷങ്ങളായിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിനനുസരിച്ചുള്ള ആൾക്കാരും കാര്യങ്ങളുണ്ട്. അത് പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് മുകളിലേക്ക് ഒരിക്കലും ക്രോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ തിരുവോണ ദിവസം നമ്മൾ എത്ര പേർക്ക് സദ്യ ഒരുക്കുന്നത്? തിരുവോണ ദിവസം ഏകദേശം ഒരു 15,000-20,000 പേർക്കുള്ള സദ്യയാണ്. കെങ്കേമമായ ഒരു സദ്യ. എന്തായാലും ഈ മഹാദേവനേക്കാളും മുമ്പ് ഇവിടെ ഈ ഒരു പ്രസ്ഥാനത്തിൽ അനന്തരാമസ്വാമിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണെന്ന് തോന്നല്ലേ? അതെ. എങ്ങനെ എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ സ്ഥാപനം തുടങ്ങുമ്പോൾ തൊട്ട് ഇതിലൊരു ചെറിയ കണ്ണിയായിട്ട് ഇവിടെ ഉണ്ട്? എങ്ങനെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ കാര്യങ്ങൾ 100% ഭംഗിയായിട്ട് നടന്നു പോകുന്നു. ഈ പാലടപ്പായസം കൂടി കഴിക്കുന്നതോടുകൂടി ഓണസദ്യ കെങ്കേമോ ആകും. എന്തായാലും വിനായകയിലെ ഈ രുചിയിടത്തിൽ നിന്നും ക്യാമറമാൻ സുജയ് എഡ്വേർഡിനൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.